ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ലഞ്ച് പെട്ടെന്ന് തയ്യാറാക്കാം. അതിനായി ഞാൻ ആദ്യം തന്നെ മത്തി മുളകിടുവാണ്. അതിലേക്ക് ഞാൻ ഉള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഒക്കെ വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായി വഴന്ന ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റുക. അതിന് ശേഷം എന്നിട്ട് വെള്ളമൊഴിച്ച് കുടംപുളിയും ഉപ്പ് ഇട്ടത് തിളക്കാൻ വെക്കാം. പിന്നെ ഞാൻ ചീര ഉണ്ടായിരുന്നു, ചീര ഒരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു, ചീരത്തോരൻ. അപ്പോൾ അതിനായി ചീര അരിഞ്ഞെടുക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ നമ്മുടെ മത്തിക്കുട്ടന്മാരെയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ കിടന്ന് തിളക്കട്ടെ ഗൈസ്, അല്ലേ? അതിന് ശേഷം അടുത്ത പരിപാടി ചീര നമുക്ക് തോരൻ വെക്കാം. അതിനായിട്ട് ഞാൻ നമ്മുടെ ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെക്കാം. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടാനായിട്ട് വെച്ചു. ചീരയില ഇട്ടു, വേവിച്ചെടുത്തു. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. തേങ്ങയും പച്ചമുളക്, ഉള്ളി ചതച്ചെല്ലാം കൂടെ. അപ്പം ചീരത്തോരൻ അങ്ങനെ റെഡിയാവുന്നുണ്ട്. അടുത്ത അടുപ്പിൽ ഞാൻ കുമ്പളങ്ങയും പച്ചമുളകും വേവിക്കാൻ വെച്ചു, ഉപ്പിട്ടിട്ട്. നല്ലൊരു കുമ്പളങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. പിന്നെ ചെറിയ നത്തോലി കിട്ടി, അപ്പോൾ അത് ഫ്രൈ ആക്കാനായി അതും മസാല പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നമ്മളെ കുമ്പളങ്ങ വെന്തപ്പോഴത്തേക്കും പുളിശ്ശേരിക്കുള്ള അരപ്പ്, തേങ്ങ അരച്ച അരപ്പൊഴിച്ചു. അതിനായി ഞാൻ താളിക്കാനായിട്ട് കടുക്, ഉലുവ, മറ്റൽമുളക്, ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് താളിച്ച് അതും അതിലേക്ക് ഒഴിച്ചു. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പീസാണ് കേട്ടോ കറികളുടെ. പിന്നെ അടുത്ത ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ നത്തോലി ഫ്രൈ ആക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതും നന്നായി ഫ്രൈ ആക്കി എടുത്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ കണ്ണടച്ച് തുറക്കും മുമ്പ് നമുക്ക് ചോറും കറികളുമായി ഒരു അരമണിക്കൂർ കൊണ്ട് കേട്ടോ. അപ്പോൾ ചീര ഉപ്പേരി, പുളിശ്ശേരി, നത്തോലി ഫ്രൈ, നല്ല മത്തി മുളകിട്ടതും ചോറും. അപ്പം ബൈ, നാളെ കാണാം.